Hi dear students, it's me Jurais. Once again welcome back to our English class. Today we are going to continue with the chapter The Race, the story The Race, written by Nisha Punjabi. We know that Tarun is the protagonist of this story. So he is going to prepare for a race. അല്ലേ, നമുക്കറിയാം അദ്ദേഹം തരുൺ എന്ന് പറയുന്ന ആ ബോയ് ഒരു റേസിന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഏതാണ് റേസ്? November 14th ചിൽഡ്രൻസ് ഡേ ഒക്കെ നടത്തുന്ന കോമ്പറ്റീഷൻ, നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന കോമ്പറ്റീഷനിൽ അവൻ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവന് വലിയൊരു ഓഫർ വെച്ചിട്ടുണ്ട്. ആര്? രാംനാരായൺ സർ അവന് വലിയൊരു ഓഫർ വെച്ചിട്ടുണ്ട്. എന്താണ് ഓഫർ? അവനെ അദ്ദേഹം ട്രെയിൻ ചെയ്യാം എന്നുള്ള ഒരു വലിയ ഓഫർ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? തരുണിന് മുന്നിൽ അദ്ദേഹം വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഡിമാൻഡ് എന്താണ്? ആ ഒരു റേസിൽ അവൻ എന്ത് ചെയ്തിരിക്കണം? വിൻ ചെയ്തിരിക്കണം. ആ റേസിൽ അവന് വിൻ ചെയ്തിരിക്കണം. സോ ഈ ജസ്റ്റ് ട്രൈ ടു പ്രിപ്പയർ ഫോർ ദ റേസ്, അല്ലെ? അവൻ ആ റേസിന് വേണ്ടി എന്ത് ചെയ്യാൻ തീരുമാനിക്കുകയാണ്? പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ the next day brought a new ray of hope. നോക്കുക, ആ പാരഗ്രാഫ് നോക്കിക്കോ. The next day brought a new ray of hope. Ray means എന്താ? RAY, റേ. X-ray എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ? റേ, കിരണം. റേ എന്ന് പറഞ്ഞാൽ എന്താണ്? കിരണം. A new ray of hope. ഹോപ്പിന്റെ, പ്രതീക്ഷയുടെ ഒരു പൊൻകിരണത്തോടു കൂടിയാണ് അവൻ അടുത്ത ദിവസം എന്ത് ചെയ്യുന്നത്? എണീക്കുന്നത്. And then Tarun get up early. തരുൺ എന്ത് ചെയ്യാണ്? ഗെറ്റ് അപ്പ് ഏർലി. അതിരാവിലെ അവൻ എന്ത് ചെയ്യാണ്? എണീക്കുകയാണ്. തരുൺ ഗെറ്റ് അപ്പ് ഏർലി. അതിരാവിലെ അവൻ എണീക്കുകയാണ്. ഹാഡ് മിൽക്ക്, പാൽ കുടിച്ചു. ആൻഡ് ബിഫോർ ഹിസ് മദർ could finish her curry on what he was up to. കൊറി മീൻസ് ഡെയിലി ചെയ്യുന്ന ഡെയിലി റൊട്ടീൻസ് ഒക്കെ എന്ത് ചെയ്തു? അവൻ കംപ്ലീറ്റ് ചെയ്തു. ഡെയിലി റൊട്ടീൻസ് ഒക്കെ അവൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അമ്മയുടെ മുന്നിൽ ചെയ്യാനുള്ള ഡെയിലി റൊട്ടീൻസ് ഒക്കെ അവൻ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ദിനചര്യകളൊക്കെ അവൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പാലൊക്കെ കുടിച്ചിട്ട് അവൻ എന്ത് ചെയ്യാണ്? ആൻഡ് he run out and went to the Nehru Stadium. അങ്ങനെ അവൻ ഓടുകയാണ്. പുറത്തിറങ്ങിയിട്ട് അവൻ എന്ത് ചെയ്യാണ്? ഓടുകയാണ്. He run and went to നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് അവൻ എന്ത് ചെയ്യാണ്? ഓടിച്ച്. വെന്റ് മീൻസ് ഗോന്റെ പാസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വെന്റ് എന്ന് പറയുന്നത് ഗോ, വെന്റ്, ഗോൺ, അല്ലെ? സോ വെന്റ് ടു നെഹ്റു സ്റ്റേഡിയം. അവൻ എവിടെ എത്തുകയാണ്? നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തുകയാണ്. ടു ചെക്ക് ദ ഡീറ്റെയിൽസ് ഓഫ് ദ റേസ്. എന്തിനു വേണ്ടിയിട്ട്? അവന് റേസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്, ആ ഓട്ട മത്സരത്തിന്റെ ഒരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അത്രയും എക്സൈറ്റഡ് ആണ്. ആര്? നമ്മളെ തരുൺ എന്ന് പറയുന്നത്. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. അവൻ എങ്ങനെയാണ്? വളരെ ഹാപ്പിയാണ്. ഹി വാസ് വെരി ഹാപ്പി ഇൻഡീഡ്. വളരെ ഹാപ്പിയിലാണ് അവൻ എന്ത് ചെയ്യപ്പെടുന്നത്? കാണപ്പെടുന്നത്. അതിരാവിലെ അവൻ എണീറ്റു. വളരെ സന്തോഷത്തോടു കൂടി പാലൊക്കെ കുടിച്ചിട്ട് ദിനചര്യകളൊക്കെ കഴിഞ്ഞിട്ട് അവൻ നേരെ നെഹ്റു സ്റ്റേഡിയത്തിൽ ആ റൈസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെല്ലുകയാണ്. സോ വെരി ഹാപ്പി. അവൻ എന്താണ്? ഭയങ്കര ഹാപ്പിയാണ്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. തരുൺ started practicing. തരുൺ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാക്ടീസിങ്. അവന് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്യാൻ മീൻസ് തയ്യാറെടുക്കല്ലേ? പ്രാക്ടീസിങ്. അവൻ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാ? സീരിയസ്ലി. എന്താ സീരിയസ്ലി എന്ന് പറഞ്ഞാല്? വളരെ കഠിനമായിട്ട്, വളരെ ഉത്സാഹത്തോടു കൂടി അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആൻഡ് എവറി ഡേ എന്ത് ചെയ്യാണ്? എവറി ഡേ, എല്ലാ ദിവസവും എവറി ഡേ he would get up at 4. അവൻ എന്ത് ചെയ്യും? he would get up at 4. 4 മണിക്ക് ആര് എണീക്കും? തരുൺ എണീക്കും. എവറി ഡേ he get up to 4. 4 മണിക്ക് അവൻ എന്ത് ചെയ്യും? എണീക്കും. ഇൻ ദ മോർണിംഗിൽ അവർ 4 മണിക്ക് അവൻ എന്ത് ചെയ്യാണ്? എണീക്കുകയാണ്. ആൻഡ് run up to 10 miles. എന്ത് ചെയ്യും? 10 മൈലുകളോളം അവൻ ഓടും. എന്നുമില്ലാത്ത ഒരു റൊട്ടീനിലേക്ക്, എന്നുമില്ലാത്ത ഒരു ദിനചര്യയിലേക്ക് അവന് വരികയാണ്. 4 മണിക്ക് എണീക്കുക, 10 മൈലുകളോളം എന്ത് ചെയ്യുക? ഓടുക. ഇൻ ദ ഈവനിങ്ങിലോ ഈവനിങ്ങിലും അതേപോലെ തന്നെ മോർണിംഗിലും അവൻ എന്ത് ചെയ്യുക? 10 മൈലുകളോളം എന്ത് ചെയ്യാണ്? ഓടുകയാണ്. ആൻഡ് he would time himself according to the 1000-meter distance practiced by the competition.
എന്താണ് ആ കോമ്പറ്റീഷനിൽ എത്ര ഓടേണ്ടത്? 1000 മൈൽസ് ആണ്, 1000 മീറ്റർ ആണ് അല്ലെ, 1000 മീറ്ററിന്റെ ഒരു കോമ്പറ്റീഷൻ ആണ്. സോ അവന് ആ ഓട്ടത്തില് അവൻ 10 മൈൽ ദിവസം ഓടും. സോ ആ 10 മൈൽ ഓടുന്നതില് ആ 1000 മീറ്റർ കവർ ചെയ്യാൻ എടുക്കുന്ന അവന് ടൈം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1000 മീറ്റർ എന്ത് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഓടി തീർക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു 1000 മീറ്റർ ഈ നിശ്ചിത സമയത്തിനുള്ളിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ കഠിനമായിട്ട് സീരിയസ്ലി വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി വാണ്ടഡ് ടു എവറിത്തിങ് ടു ബി പെർഫെക്റ്റ്. He wanted to everything to be perfect. അവൻ എന്ത് വേണം, എല്ലാം വളരെ പെർഫെക്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആര്, നമ്മളെ തരുൺ എന്ന് പറയുന്നത്. ആ ഓട്ടത്തില് ആ റേസില് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, നടന്നിരിക്കണം. ഇറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് എ പെർഫെക്ഷൻ ഇൻ തിങ്സ് ഹി ഡിഡ്. അവന്റെ ലൈഫില് ആദ്യമായിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നതിൽ ഇത്രയും പെർഫെക്ഷൻ അവൻ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഇന്ന് വരെ അവൻ ചെയ്തതിൽ ഒരു കാര്യത്തിലും അവൻ എത്രത്തോളം എന്ത് ചെയ്തിട്ടില്ല, പെർഫെക്ഷൻ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. പഠിക്കുക എന്നുള്ള കാര്യത്തിൽ തീരെ കൊടുത്തിട്ടില്ല അല്ലെ. അവൻ അത്ര ഒരു നല്ല പഠിക്കുന്ന കുട്ടിയൊന്നല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയോക്കർ സ്റ്റുഡന്റ് ആണെന്നുള്ളത്. സോ അവന്റെ ലൈഫിൽ ഹി വാസ് ഫോർ ദ ഫസ്റ്റ് ടൈം, ആദ്യമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, ഇൻ ഹിസ് ലൈഫ് അവന്റെ ജീവിതത്തിൽ ദാറ്റ് ഹി വാസ് ഡിമാൻഡിങ് സച്ച് എ പെർഫെക്ഷൻ. ഇത്തരത്തിലുള്ള ഒരു പെർഫെക്ഷൻ, ഇത്തരത്തിലുള്ള ഒരു പൂർണ്ണത, പെർഫെക്റ്റ് ആവണം, ഒരു പൂർണ്ണതയിൽ എത്തണം എന്ന് അവൻ ഡിമാൻഡ് ചെയ്യുന്നത്, എന്ന് അവൻ നിർബന്ധം പിടിക്കുന്നത് എന്തില് മാത്രമാണ്, ഈ ഒരു കാര്യത്തില് മാത്രമാണ്. ഹി തോട്ട് എന്താ തോട്ടിന്റെ മീനിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിങ്കിന്റെ പാസ്റ്റ് ആണ് എന്ത്, തോട്ട്. തിങ്ക്, തോട്ട് അല്ലെ. അവൻ ചിന്തിക്കുകയാണ് ഞാൻ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എന്ത് ചെയ്തിട്ടില്ല, അവന് ഇത്ര ഡിമാൻഡ് പിടിച്ചിട്ടില്ല. ഹി ആൾസോ വാണ്ടഡ്, അവൻ എന്തുകൂടി വേണം, ഹി ആൾസോ വാണ്ടഡ് സമ്മൺ ടു ബാക്ക് ഹിം അപ്പ്. അവന് ഇങ്ങനെ ഓടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് വിജയം കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, അതിൽ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് നിന്നാൽ കഴിയൂല. അവനിപ്പോ എലോൺ ആണല്ലേ, അവനിപ്പോ ലോൺലിനെസ്സിലാണ്. എന്ന് വെച്ചാൽ അവന്റെ പാരന്റ്സ് അവന്റെ കൂടെ ഇല്ല, ആകെ ആര് മാത്രമേ ഉള്ളൂ, രാംനാരായൺ സാർ മാത്രമേ ഉള്ളൂ അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഒരു ബാക്കപ്പ്, പിന്നിൽ നിന്നുള്ള ഒരു ബാക്കപ്പ്, ഒരു താങ്ങി നിർത്തൽ, അല്ലെങ്കിൽ ആ ഒരു സഹായം, അല്ലെങ്കിൽ ആ ഒരു കെയറിങ് ആരുടേതെങ്കിലും എന്ത് ചെയ്യണം, അവനക്ക് കിട്ടണം. ഹി ആൾസോ വാണ്ടഡ് സമ്മൺ ടു ബാക്ക് ഹിം അപ്പ്. വാണ്ടഡ് മീൻസ് ആവശ്യമുണ്ട് അല്ലെ. സമ്മൺ ബാക്ക് ഹിം അപ്പ്. ആരെങ്കിലും അവൻ എന്ത് ചെയ്യണം, ഒന്ന് ബാക്ക് ഹിം അപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും അവനെ ഒന്ന് പുഷ് ചെയ്യാന്, ഓട് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാന്, അല്ലെങ്കിൽ ഒന്ന് കെയർ ചെയ്യാന്, അല്ലെങ്കിൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനൊക്കെ ബാക്കിൽ ഒരാള് അവന്റെ കൂടെ ഉണ്ട്, കൈത്താങ്ങായിട്ടൊരാള് അവന് വേണ്ടതായിട്ട് വരികയാണ്. സോ അതുകൊണ്ട് തന്നെ ആൻഡ് സോ ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. അതുകൊണ്ട് തന്നെ അവന്റെ എല്ലാ കാര്യങ്ങളും ഹി ടോൾഡ് എവറിത്തിങ് ടു ഹിസ് മദർ. നടന്ന കാര്യങ്ങൾ മുഴുവൻ ആരോട് പറയാണ്, അവന്റെ അമ്മയോട് പറയാണ്. ഞാൻ എക്സാമിൽ തോറ്റപ്പോ ഞാൻ ഓടി അവിടെ ചെന്നിരുന്നപ്പോ ആരെ കാണുകയാണ്, രാംനാരായൺ സാറിനെ കാണുകയാണ്. സാർ എന്റെ മുന്നിൽ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചിൽഡ്രൻസ് ഡേക്ക് നടക്കുന്ന റൈസില് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്നെ അദ്ദേഹം ട്രെയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ അതിന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ അമ്മയുടെ മുന്നിൽ എന്ത് ചെയ്യാണ്, അവതരിപ്പിക്കുകയാണ്. എന്തിനാ, ഒരു സഹായത്തിന് വേണ്ടിയിട്ട്, ഒരു കെയറിങ്ങിന് വേണ്ടിയിട്ട്, ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നൊരു അത്യാവശ്യം വന്ന സമയത്ത്. അങ്ങനെയാണല്ലോ അല്ലെ, നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഒക്കെ നമ്മളൊരു പ്രോത്സാഹിപ്പിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എന്താണ്, ഉത്സാഹമാണ്, നന്നായി അല്ലെങ്കിൽ അടിപൊളിയായി എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താണ്, നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് അവന്റെ എല്ലാ കാര്യങ്ങളും ആരോട് പറയാണ്, അമ്മയോട് പറയാണ്. തരുൺ പ്രാക്ടീസ് വിഗറസ്ലി, വളരെ ശക്തമായിട്ട്, വിഗറസ് ആയിട്ട്, കഠിനമായിട്ട് അവൻ എന്ത് ചെയ്യാണ്, പ്രാക്ടീസ് ചെയ്യാണ്. ഫോർ 5 days. എത്ര ദിവസം? 5 ദിവസം. വിഗ്രസ്ലി മീൻസ് കഠിനമായിട്ടല്ലേ, വളരെ കഠിനമായിട്ട്, തീക്ഷണമായിട്ട് അവൻ എന്ത് ചെയ്യാണ്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ 5 days, 5 ദിവസം. ആൻഡ് ദെൻ
promptly met Ram Narayan to collect his participation card. അതിനിടയിൽ അവൻ ആരെ പോയിട്ട് കാണുന്നുണ്ട്? രാം നാരായൺ സാറിനെ പോയിട്ട് കാണുന്നുണ്ട്. എന്തിനാ? അവന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അടുത്ത 3 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ ദിവസം നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മീറ്റ് ചെയ്യാം. എന്ത് തരാൻ വേണ്ടിയിട്ട്? നിന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം? മീറ്റ് ചെയ്യാം എന്ന് രാംനാരായൺ സാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. So he promptly meet Ram Narayan sir to collect his participation card. അവന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ ആരുടെ അടുത്ത് ചെല്ലുകയാണ്? രാം നാരായൺ സാറിനെ പോയി മീറ്റ് ചെയ്യാണ്. സോ കുറച്ച് ദിവസത്തിന് ശേഷം അവൻ എന്ത് ചെയ്യാണ്? രാം നാരായൺ സാറിനെ പോയിട്ട് എന്ത് ചെയ്യാണ്? കാണുകയാണ്. അവന്റെ പാർട്ടിസിപ്പേഷൻ കാർഡ് വാങ്ങി. He gazed at the piece of paper. അവൻ ആ ഒരു പീസ് പേപ്പറിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്? നോക്കി നിൽക്കുകയാണ്. ഗാസഡ് മീൻസ് തുറിച്ചു നോക്കുക. ഗാസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുറിച്ചു നോക്കുക. അവൻ ആ ഒരു പീസ് പേപ്പറിലേക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. എന്താ അതിൽ കാണുന്നത്? ആ പേപ്പറിൽ എന്താ കാണുന്നത്? On which his name had been written boldly. had been printed boldly. ആ ഒരു പേപ്പറിൽ വളരെ ബോൾഡ് ലെറ്റേഴ്സിൽ, നല്ല കട്ടിയായിട്ട് ബോൾഡിംഗ് ലെറ്റേഴ്സിൽ നല്ല കട്ടിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് അവന്റെ പേര് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒരു പീസ് ഓഫ് പേപ്പറിലേക്ക് ഇങ്ങനെ ഗ്യാസ് ചെയ്യുമ്പോൾ, തുറിച്ചു നോക്കുമ്പോൾ അതിൽ അവന്റെ തരുൺ കപൂർ എന്ന് പറയുന്ന ആ ഒരു പേര് അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് മീൻസ് സോ മച്ച് ടു ഹിം. ആ ഒരു പേര് കാണുമ്പോൾ അവനിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവനിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ അവനെ കണക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഒരൊറ്റ പേരിൽ തന്നെ ഉണ്ട്. അത് വിജയിച്ചു കഴിഞ്ഞാലുള്ള ട്രെയിനിങ്, അച്ഛന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കല്, ഇതൊക്കെ അവന് ഈ ഒരൊറ്റ റേസ് കൊണ്ട് എന്ത് ചെയ്യാനുള്ളതാണ്? നേടിയെടുക്കാനുള്ളതാണ്. However hard, എത്ര ഹാർഡായാലും വേണ്ടില്ല. However hard, എത്രത്തോളം ഹാർഡായാലും I must win the race. I must win this race. എത്ര ഹാർഡായാലും വേണ്ടില്ല, അല്ലെങ്കിൽ എത്ര കഠിനമായിട്ട് പ്രയത്നിച്ചാലും വേണ്ടില്ല, ഈ ഒരു റേസിൽ എനിക്ക് എന്ത് ചെയ്യണം? I must win. എനിക്ക് വിജയിക്കുക തന്നെ വേണം എന്നാര് ഉറച്ചു തീരുമാനിക്കുകയാണ്? തരുണ് ഉറച്ചു തീരുമാനിക്കുകയാണ്. അവൻ ചിന്തിക്കുകയാണ്. He wanted to show. അവന് കാണിച്ചു കൊടുക്കണം, ഷോ ചെയ്യണം, അവന് കാണിച്ചു കൊടുക്കണം. എന്ത് കാണിച്ചു കൊടുക്കണം? ഹിസ് ഫാദർ, അവന്റെ അച്ഛൻ അവന് കാണിച്ചു കൊടുക്കണം that he was not really the black sheep of the family. അവന് ആ വീടിന്റെ ഈസ് നോട്ട് റിയലി ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവൻ ആ വീടിന്റെ ബ്ലാക്ക് ഷീപ്പ് അല്ല. അവൻ ആ വീട്ടില് ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഒന്നിനും കൊള്ളാത്തവൻ. അവൻ ആ വീട്ടില് ഒന്നിനും കൊള്ളാത്തവനല്ല എന്ന് ആർക്ക് കാണിച്ചു കൊടുക്കണം? അച്ഛന് കാണിച്ചു കൊടുക്കണം. അവന്റെ കയ്യിൽ കുറച്ചൊക്കെ സംഗതികളുണ്ട്, അവൻ കുറച്ചൊക്കെ ടാലന്റഡ് ആണ് എന്ന് ആർക്ക് കാണിച്ചു കൊടുക്കണം? അച്ഛന് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടി അവൻ ഈ റൈസ് എന്ത് ചെയ്തേ പറ്റൂ? വിൻ ചെയ്തേ മതിയാകുള്ളൂ. അത് മാത്രമല്ല, and that he could be good at something at least. ചില കാര്യങ്ങളിലെങ്കിലും, something at least, ചില കാര്യങ്ങളിലെങ്കിലും അവന് നന്നായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിലെങ്കിലും അവന് നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്ന്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവൻ വളരെ ടാലന്റഡ് ആണ്, കഴിവുള്ളവനാണ് എന്ന് ആർക്ക് കാണിച്ചു കൊടുക്കണം? അച്ഛന് കാണിച്ചു കൊടുക്കണം. അവൻ പഠിക്കാനേ മോശമുള്ളൂല്ലേ, നല്ലൊരു ഗുഡ് അത്ലറ്റ് ആവാനുള്ള കഴിവ് അവനുണ്ട് എന്നുള്ളത് ആർക്ക് കാണിച്ചു കൊടുക്കണം? അച്ഛന് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ ഈ റൈസ് വിൻ ചെയ്തേ മതിയാവൂ. ഈ റൈസ് എന്ത് ചെയ്തേ മതിയാവൂ? വിൻ ചെയ്തേ മതിയാവൂ, അല്ലെ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്? അങ്ങനെ അവൻ കാത്തിരുന്ന ദിവസം എത്തുകയാണ്. അവൻ ആ കാത്തിരുന്ന ആ ദിവസം എത്തുകയാണ്. ഇറ്റ് വാസ് 14th November, 14ാമത്തെ ദിവസം, അല്ലെങ്കിൽ നവംബർ 14ാം തീയതി. ബോവിംഗ് ലോ ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ഹിസ് മദർ. അവൻ എന്ത് ചെയ്യാണ്? ബോവിംഗ് ലോ. എന്താ ബോവിംഗ് ലോ എന്ന് പറഞ്ഞാല്? തലകുനിക്കുക, അല്ലെങ്കിൽ വണങ്ങുക. ആരുടെ മുന്നില്? അമ്മയുടെ മുന്നില്. ഫോർ ദ ബ്ലെസ്സിങ് ഓഫ് ഹിസ് മദർ, അമ്മയുടെ അനുഗ്രഹം. ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹം. അമ്മയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് അവൻ അമ്മയുടെ കാൽ തൊട്ട് വന്നിക്കാണ്, അല്ലെങ്കിൽ അമ്മയുടെ മുന്നിൽ അവൻ എന്ത് ചെയ്യാണ്? കുനിഞ്ഞ് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാണ്. തരുൺ പെഡൽഡ് ടു ദ സ്റ്റേഡിയം. അവൻ ആ സ്റ്റേഡിയത്തിലേക്ക് പെഡൽഡ് മീൻസ് ചവിട്ടുന്ന, അല്ലെങ്കിൽ വേഗത്തിൽ പോകുന്നതിനാണ് എന്താ പറയാ? പെഡൽഡ്. നമ്മള്
സൈക്കിളിന്റെ പെഡൽ കണ്ടിട്ടില്ലേ? സോ പെഡൽഡ് റോളിംഗ്, അല്ലെങ്കിൽ വേഗത്തിൽ എന്ത് ചെയ്യുക, പോവുക, പെഡൽഡ്. അവൻ പെട്ടെന്ന് എവിടെ പോവാണ്? സ്റ്റേഡിയത്തിലേക്ക് ചെല്ലുകയാണ്. റേസ് നടക്കുന്ന നെഹ്റു സ്റ്റേഡിയത്തിൽ ചെല്ലുകയാണ്. There was a huge crowd. There was a huge crowd. Crowd എന്ന് പറഞ്ഞാൽ എന്താ? What do you mean by crowd? ആൾക്കൂട്ടം. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ വലിയ, ഒരു വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം അവിടെയുണ്ട്. വെയിറ്റിംഗ് ടു ഗോ ഔട്ട് ഇൻസൈഡ്. എന്തിന്? വെയിറ്റിംഗ് ടു ഗോ ഇൻസൈഡ്, ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, സ്റ്റേഡിയത്തിന്റെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഗേറ്റ് തുറന്നാൽ ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് ഒരു വലിയ ക്രൗഡ്, ഒരു വലിയ ആൾക്കൂട്ടം അവിടെ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? കാത്തു നിൽക്കുന്നുണ്ട്. ഗേറ്റ് തുറന്ന അപ്പത്തിന് എന്ത് ചെയ്യാന്? ഉള്ളിലേക്ക് കയറാന്. തരുൺ എന്റേർഡ് ദ ഓഫീസ്. പക്ഷെ തരുൺ എന്ത് ചെയ്യാണ്? നേരെ ചെല്ലുകയാണ്, ഓഫീസിലേക്ക് കിടക്കുകയാണ്. വേർ എ സൈൻ ബോർഡ്, അവിടെ ഒരു സൈൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. റീഡ് പാർട്ടിസിപ്പൻസ് ഓൺലി. അവിടെ ഒരു സൈൻ ബോർഡിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഓഫീസിന് മുന്നിൽ. നേരെ തരുൺ അതിനുള്ളിലേക്ക് എന്ത് എന്താ? പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് പറഞ്ഞാല് മത്സരാർത്ഥികൾ മാത്രം എന്നുള്ളത്. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അല്ലെ, ഇപ്പോ ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അന്യർക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ ചില റൂമുകളിൽ അല്ലെ. സോ എന്ന പോലെ ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗേറ്റിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ക്രൗഡായിട്ട് കൂടി നിൽക്കുന്നുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യാനുള്ളതാണ്? ഉള്ളിലേക്ക് കയറി ഗാലറിയിൽ ഇരിക്കാനുള്ള ആൾക്കാരാണ്. തരുൺ ആരാണ്? പാർട്ടിസിപ്പന്റ് ആണ്, മത്സരിക്കുന്ന ആളാണ്. സോ മത്സരിക്കുന്ന ആൾക്കാർ ആ ക്രൗഡിനുള്ളിൽ കൂടി അല്ല പോവുക. അവർക്ക് ഒരു പ്രത്യേക വഴിയുണ്ട്. ആ വഴിയിലൂടെ അവൻ കയറി ചെല്ലുകയാണ്. നമ്മളെ തരുൺ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഇങ്ങനെ പാർട്ടിസിപ്പൻസ് ഓൺലി, മത്സരാർത്ഥികൾക്ക് മാത്രം എന്നിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ അവൻ അവിടേക്ക് എന്ത് ചെയ്യാണ്? കയറി ചെല്ലുകയാണ്. സോ പാർട്ടിസിപ്പൻസ് ഓൺലി എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഓഫീസിലേക്ക് നമ്മളെ തരുൺ കയറി ചെല്ലുകയാണ്. ഹിസ് ഹേർട്ട് ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്. അവന്റെ ഹേർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാസ്റ്റർ എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും അവന്റെ ഹേർട്ട് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാസ്റ്റർ, ഓരോ നിമിഷം കൂടുന്തോറും അതിന്റെ വേഗത എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവറി സെക്കൻഡ്, ഓരോ സെക്കൻഡിലും. ഇൻസൈഡ്, അങ്ങനെ ആ സ്റ്റേഡിയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ ഇൻസൈഡ് there were about 50 participants. ഒരു 50ഓളം പാർട്ടിസിപ്പൻസ്, 50ഓളം മത്സരാർത്ഥികള് അവിടെ നിൽക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ റേസ് ടു ബിഗൻ. വെയിറ്റിംഗ് ടു ദ റേസ് ടു ബിഗൻ. ബിഗൻ ചെയ്യുക മീൻസ് തുടങ്ങുക അല്ലെ, ആരംഭിക്കുക. റേസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട്, ഓട്ടം മത്സരം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന 50 മത്സരാർത്ഥികളെയാണ് ആര് കാണുന്നത്? ആ തരുൺ അവിടെ ചെന്നപ്പോ കാണുന്നത്. അവന്റെ ഹൃദയം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. He felt, അവന് ഫീൽ ചെയ്യാണ്. ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫീലിന്റെ പാസ്റ്റ്. He felt, അവന് അനുഭവപ്പെടുകയാണ്. Someone patting him. പാറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ തോളത്ത് തട്ടുന്നതിനാണെന്ന് പറയാ. പാറ്റ് ചെയ്യാന്ന് പറയാ. തോളത്ത് ഇങ്ങനെ തട്ടുന്നതിനാണെന്ന് പറയാ. പാറ്റ് ചെയ്യാന്ന് പറയാ. സോ someone patting him, അവൻ ആരോ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് എന്ന് അവന് തോന്നുകയാണ്. ആൻഡ് in his shoulder, അവന്റെ ഷോൾഡറിൽ ആരോ ഇങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട് എന്ന് അവന് തോന്നുകയാണ്. ദെൻ ഹലോ തരുൺ എന്നവന് വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? ഇറ്റ് വാസ് രാം നാരായൺ. അതാരായിരുന്നു? രാം നാരായൺ ആയിരുന്നു. നമ്മളെ കോച്ചായിട്ടുള്ള രാം നാരായൺ, അത്ലറ്റ് ആയിട്ടുള്ള, ഒളിമ്പ്യൻ ആയിട്ടുള്ള രാം നാരായൺ സർ ആയിരുന്നു അത്. ഓൾ ദ ബെസ്റ്റ് he said affectionately. All the best he said affectionately. വളരെ അഫെക്ഷനോടുകൂടി, വളരെ വാത്സല്യത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹം തരുണിനോട് പറയാണ് all the best. എല്ലാം നന്നായിട്ട് വരും, എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവും, ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുക്കുകയാണ്. ദെൻ അങ്ങനെ തരുൺ സ്മൈൽഡ് അറ്റ് ഹിം. തരുൺ അദ്ദേഹത്തെ നോക്കിയിട്ട് എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു. ബട്ട് ഡിഡ് നോട്ട് സേ എ വേർഡ്. ഒരു വാക്ക് പോലും അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ഫിയർ, പേടി. ഒരു വാക്ക് പോലും അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ കഴിയുന്നില്ല. ഫിയർ ഹാഡ് ഗ്രിപ്പഡ്. പേടി എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. അവനിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഫിയർ ഹാഡ് ഗ്രിപ്പഡ്, ഇങ്ങനെ ഗ്രിപ്പ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്, മുറുക്കി പിടിച്ചിട്ടുണ്ട്. ഹിം ഫ്രം ഹെഡ് ടു ഫൂട്ട്, തല മുതൽ ഫൂട്ട് വരെ. ഫൂട്ട് മീൻസ് കാലല്ലേ, തല മുതൽ ഫൂട്ട് വരെ അവനിങ്ങനെ പേടി ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ ഭയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഓൾ ദ പാർട്ടിസിപ്പൻസ് ലൈൻഡ് അപ്പ്. എല്ലാ പാർട്ടിസിപ്പൻസും എന്ത് ചെയ്യാണ്? ലൈൻഡ് അപ്പ്.
വരിയായിട്ട് ഇങ്ങനെ എന്താ ഓടാൻ റെഡി ആയിട്ട് ലൈനായിട്ട് എന്ത് ചെയ്യാണ് നിൽക്കുകയാണ്. എവറി ഫേസ് വാസ് ഗ്ലിറ്ററിങ്. എവറി ഫേസ് വാസ് ഗ്ലിറ്റേർഡ്. എവറി ഫേസ് വാസ് ഗ്ലിറ്റേർഡ്. ഗ്ലിറ്റേർഡ് മീൻസ് തിളങ്ങുക. എവറി ഫേസ് വാസ് ഗ്ലിറ്റേർഡ്. തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ്. വിത്ത് ദ ഹോപ്പ് ഓഫ് വിന്നിങ്. വിജയത്തിന്റെ ഒരു പ്രതീക്ഷയിൽ. എല്ലാവരുടെയും മുഖത്ത് എന്തിന്റെ പ്രതീക്ഷയാണുള്ളത്? ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും, ഞാൻ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരുടെ മുഖത്തും ഉള്ളത്. എല്ലാവരുടെ മുഖത്തും ഉള്ളത് ആ ഒരു വിജയത്തിന്റെ പ്രതീക്ഷയിൽ അവരുടെ മുഖം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലിറ്റേർഡ്, തിളങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് each one of them had his family and friends. Each one of them had his family and friends. ഓരോരുത്തരും വന്നിട്ടുള്ളത് എങ്ങനെയാണ്? അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ കൂടെ ഉണ്ട്. അങ്ങനെയാണല്ലോ അല്ലേ? ഒരു കോമ്പറ്റീഷൻ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു റൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ച് ആണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മളെ ഫാമിലിയും അതേപോലെ നമ്മളെ ഫ്രണ്ട്സൊക്കെ നമ്മളങ്ങനെ ചീറപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എവിടെ ഉണ്ടാവും? ഗാലറിയിൽ വന്ന് നിൽക്കുന്നുണ്ടാവില്ല. എന്ന പോലെ തന്നെ each one of them had his family and friends. ഓരോരുത്തരും വന്നിട്ടുള്ളത് എങ്ങനെയാണ്? അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും. ഈച്ച് വൺ ഓഫ് ദം, അതിലുള്ള ഓരോരുത്തരും. ഈച്ച് വൺ ഓഫ് ദം, അതിലുള്ള ഓരോ ആൾക്കാരും വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഇൻ ദ സ്റ്റാൻഡ്. എവിടെ? സ്റ്റാൻഡിലൊക്കെ, ഗാലറിയിലൊക്കെ അവരുടെ ഫ്രണ്ട്സും അതേപോലെ തന്നെ ഫാമിലിയും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. ടു cheer എന്ത് ചെയ്യാന്? ടു cheer. So each one of them had his family and friends. ഓരോരുത്തർക്കും അവരുടെ ഫാമിലി വന്നിട്ടുണ്ട്, ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇൻ ദ സ്റ്റാൻഡിലെ ടു cheer for him. അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ചീറപ്പ് ചെയ്യാൻ മീൻസ് ആ ശബ്ദമുണ്ടാക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്, ചീറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ടു ഹിസ് അമേസ്മെന്റ്. തരുണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമേസ്മെന്റ്, അവന്റെ എക്സൈറ്റ്മെന്റ്, അവന്റെ ആശ്ചര്യത്തോടു കൂടി അവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. വളരെ ആശ്ചര്യത്തോടു കൂടി അവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണ്? തരുൺ കോട്ട് എന്താ? CAUGHD കോട്ട്. ക്യാച്ചിന്റെ പാസ്റ്റാണെന്ത്? കോട്ട്. പിടിച്ചു അല്ലെങ്കിൽ അവന് പിടിക്കപ്പെട്ടു. തരുൺ കോട്ട് സൈറ്റ്. തരുൺ എന്ത് ചെയ്യാണ്? അവന്റെ കണ്ണിൽ പെടുകയാണ് അല്ലെങ്കിൽ അവന്റെ കാഴ്ചയിൽ പെടുകയാണ്. എന്താ പെടുന്നത്? ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സിൽ ഇങ്ങനെ നോക്കുമ്പോ, അവൻ ചുമ്മാ ഇങ്ങനെ സ്റ്റാൻഡ്സിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഫ്രണ്ട്സിന്റെ ഫാമിലിയും അവന്റെ കൂടെ ഓടുന്ന ആൾക്കാരുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ചീറപ്പ് ചെയ്യുന്നുണ്ട്. നോക്കുമ്പോ അതിനിടയിൽ അവനൊരു മുഖം കാണുകയാണ്. ആരുടെ മുഖമാണ്? അവന്റെ അമ്മയുടെ മുഖം അവൻ അവിടെ കാണുകയാണ്. അമ്മയും വന്നിട്ടുണ്ട്, അവന്റെ തരുണിന്റെ അമ്മ വന്നിട്ടുണ്ട്. എന്ത് കാണാൻ വേണ്ടി? മകൻ ഓടുന്നത് കാണാൻ വേണ്ടിയിട്ട്. സോ അത് അവന് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് എന്ത് ചെയ്തത്? കൊടുത്തത്. തരുൺ കോട്ട് സൈറ്റ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്സിൽ അവൻ അവന്റെ അമ്മയെ കാണുകയാണ്. അമ്മയുടെ ഒരു മുഖം അവൻ അവിടെ എന്ത് ചെയ്യാണ്? കാണുകയാണ്. ദ ഫിയർ ഇൻ ഹിസ് ഐസ് ഗേവ് അവേ. അതോടുകൂടി അവന്റെ കണ്ണിലുണ്ടായിരുന്ന ദ ഫിയർ, ആ ഒരു കണ്ണിലുണ്ടായിരുന്ന ആ ഒരു പേടി ഗേവ് അവേ. എന്താ ഗേവ് അവേ എന്ന് പറഞ്ഞാല്? ഗിവ് അവേ, വിട്ടുകളഞ്ഞു. അവൻ കണ്ണിലുണ്ടായിരുന്ന ആ ഒരു പേടി അവന്റെ കണ്ണിൽ നിന്ന് പോയി. എന്നിട്ട് എന്തായി മാറി? ടു കോൺഫിഡൻസ്. അത് എന്തായിട്ട് മാറുകയാണ്? കോൺഫിഡൻസ് ആയിട്ട് മാറുകയാണ്. അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിട്ട് മാറാണ്, ആത്മവിശ്വാസമായിട്ട് മാറി. അമ്മയോടെ കണ്ടപ്പോ ആ ഒരു ഒറ്റ കാഴ്ചയിൽ തന്നെ അവന്റെ കണ്ണിലുണ്ടായിരുന്ന ആ പേടി മാറിയിട്ട് ഒരു കോൺഫിഡൻസ് ആയിട്ട് മാറി. ദ വിസിൽ ബ്ലോ. അങ്ങനെ നമ്മൾ റൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. വിസിലടിച്ചു. ബ്ലോ മീൻസ് മുഴക്കുക. ദ വിസിൽ ബ്ലോ. വിസിൽ മുഴക്കുകയാണ്. ആൻഡ് ഓൾ ദ പാർട്ടിസിപ്പൻസ് സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ഓൾ ദെയർ മൈറ്റ്. അവർക്ക് പറ്റുന്ന അത്രയും ശക്തിയിൽ ഓരോ പാർട്ടിസിപ്പൻസും ഓടാൻ തുടങ്ങുകയാണ്. അവർക്ക് പറ്റുന്ന അത്രയും ശക്തിയിൽ. They were all determined. അവർ ഓരോരുത്തരും എന്താണ്? ഡിറ്റർമിൻ ആണ്. ഡിറ്റർമിൻ മീൻസ് ആത്മധൈര്യമുള്ള അല്ലെങ്കിൽ ആത്മവിശ്വാസമുള്ള ആൾക്കാരാണ്. നല്ല ദൃഢനിശ്ചയമുള്ള ആൾക്കാരാണ്. എന്തിനാ? വിജയിക്കണം എന്നുള്ള ദൃഢനിശ്ചയമുള്ള ഡിറ്റർമിനേഷൻ ഉള്ള ആൾക്കാരാണ്. ടു ബി ദ വിന്നർ. എന്താവാന്? ടു ബി ദ വിന്നർ ആവണം എന്നുള്ള ദൃഢനിശ്ചയമുള്ള എല്ലാവരുമാണ് അവിടെ ഉള്ളത്. സോ ഓരോരുത്തരും അവർക്ക് പറ്റുന്ന അത്രയും കഴിവില് അവർ കുതിക്കുകയാണ്, ഓടുകയാണ്. ഓഫ് ദ റേസ്, ആ റേസിൽ
So in the lead was the fastest of them all. In the lead of the fastest of them all. പക്ഷെ നമ്മളെ തരുൺ എങ്ങനെയാണ്? ഫാസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ. അവരെക്കാട്ടിലും ഒക്കെ വളരെ മുന്നില ആര് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്? നമ്മളെ തരുൺ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിവേഗത്തില് തരുൺ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തരുൺ seeing himself, തരുൺ അവനെ എവിടെ കാണുന്നത്? പിന്നെ a head of everybody, എല്ലാവരുടെയും ഒരുപാട് ദൂരയില്, എല്ലാവരെക്കാട്ടിലും ഒരുപാട് മുന്നിലാണ് തരുണ് അവനെ എന്ത് ചെയ്യപ്പെട്ടത്, കാണപ്പെട്ടത്. വിച്ച് മീൻസ് തരുൺ അത്രത്തോളം എന്താണ് മുന്നിലാണ്. ഹെഡ് ഓഫ് എവരി വൺ, എല്ലാവരെക്കാട്ടിലും ഒരുപാട് മുന്നില്. ഹെഡ് ഓഫ് എന്ന് പറഞ്ഞാല് മുന്നില്, ഹെഡ് ഓഫ് എന്ന് പറഞ്ഞാല് മുന്നില്, എല്ലാവരെക്കാട്ടിലും ഒരുപാട് മുന്നിലാണ് ആരുള്ളത്? തരുണുള്ളത്. അത്രയും വേഗത്തിൽ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഈ റേസിൽ വിൻ ചെയ്യുന്നത് ആരെന്നെ ആയിരിക്കണം? തരുൺ തന്നെ ആയിരിക്കണം. Then തരുൺ felt very proud of himself. തരുണിന് തോന്നുകയാണ്, അവൻ അനുഭവപ്പെടുകയാണ് വെരി പ്രൗഡ്, വല്ലാത്തൊരു അഭിമാനം തോന്നുകയാണ് അവന്. പ്രൗഡ് തോന്നുകയാണ്, അഭിമാനം തോന്നുകയാണ്. ഹിംസെൽഫ്, അവനോട് തന്നെ. തരുണ് അവനോട് തന്നെ ഒരു വല്ലാത്ത പ്രൗഡ് തോന്നുകയാണ്, അവനോട് തന്നെ വല്ലാത്തൊരു അഭിമാനം അല്ലെങ്കിൽ വല്ലാത്തൊരു ആദരവ് അവനോട്. കാരണം അവൻ എല്ലാവരെക്കാട്ടിലും ഒരുപാട് മുന്നില്, എല്ലാവരെയും ഒരുപാട് ബാക്കിലാക്കിയിട്ട് പിന്നിലാക്കിയിട്ടാണ് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ റേസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തരുൺ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എല്ലാവരെയും പിന്നിലാക്കി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാവരെയും പിന്നിലാക്കിയിട്ട് ഇങ്ങനെ തരുൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സംഭവം ഉണ്ടാവുകയാണ്. എന്താണ് ആ സംഭവം? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. ഓൺ ദ ട്രാക്ക്, ആ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ, ഓൺ ദ ട്രാക്ക് there was a shallow path. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ഷാലോ പാത്ത് ഉണ്ടായിരുന്നു. കുറച്ച് ആഴം കുറഞ്ഞ ഒരു ഭാഗം, നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ട്രാക്കില് കുറച്ച് ആഴം കുറഞ്ഞ ഒരു ഷാലോ പാത്ത് മീൻസ് വലിയൊരു ആഴം കുറഞ്ഞ ഒരു ഭാഗം, കുറച്ച് ആഴം കുറഞ്ഞ ഒരു ഭാഗം, വിച്ച് മീൻസ് ഒരു കുഴി പോലെ ഉള്ള ഒരു ഭാഗത്തിനാണ് ഷാലോ പാത്ത് എന്ന് പറയാ. അങ്ങനെ ഒരു ഷാലോ പാത്ത് ആ ട്രാക്കിൽ ഉണ്ടായിരുന്നു. ആസ് ഹി വാസ് റണ്ണിങ് സോ ഫാസ്റ്റ്, അതിവേഗത്തില് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തരുൺ ഡിഡ് നോട്ട് നോട്ടീസ് ദാറ്റ്. തരുൺ അത് എന്ത് ചെയ്തില്ല? കണ്ടില്ല. അതിവേഗത്തിൽ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന ട്രാക്കാണ്. പക്ഷെ ട്രാക്കിൽ അൺഫോർച്ചുനേറ്റ്ലി അവന്റെ മുന്നിൽ നിർഭാഗ്യവശാൽ ഒരു ഷാലോ പാത്ത് അവൻ കാണാതെ പോവുകയാണ്. അതിൽ അവൻ എന്ത് ചെയ്തു? ആൻഡ് ഹി സ്ലിപ്പ്ഡ്. അതിൽ ചവിട്ടിട്ട് അവൻ എന്ത് ചെയ്തു? സ്ലിപ്പ്ഡ്, താഴെ വീണു, തെന്നി വീണു. സ്ലിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തെന്നി വീഴുക. അവൻ അവിടെ എന്ത് ചെയ്തു? തെന്നി വീണു. ബ്രീത്തിങ് ഫാസ്റ്റ്, അവന് വളരെ വേഗത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ബ്രീത്ത് ചെയ്യാണ്, ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്, ശ്വസിക്കുകയാണ്. ബ്രീത്തിങ് ഫാസ്റ്റ്. ആൻഡ് he saw other kids going past him. അവനെ പിന്നിലാക്കിയിട്ട് അവനെ മറികടന്ന് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് അവന് കാണുകയാണ്. He could not be a loser today. ഇന്ന് അവന് എന്താവാൻ കഴിയില്ല? ഒരു ലോസർ ആവാൻ കഴിയില്ല. കാരണം അവന് വിജയിച്ചേ മതിയാവൂ. എന്ത് തന്നെ സംഭവിച്ചാലും തരുൺ ഇന്ന് എന്ത് ചെയ്തേ മതിയാവൂ? വിജയിച്ചു. കാരണം എന്താ? അച്ഛന്റെ മുന്നിൽ അവന് പ്രൂവ് ചെയ്യണം. രാംനാരായണ സാറിന്റെ ട്രെയിനിങ്ങിൽ അവന് പങ്കെടുക്കണം, ഒക്കെ അവന് ചെയ്യണം. സോ അതിനവൻ ഇന്ന് വിജയിച്ചേ പറ്റൂ. തോൽവി എന്ന് പറയുന്ന ഒരു സംഭവം അവന്റെ മുന്നിൽ ഇന്ന് ഇല്ല എന്നുള്ളതാണ്. ആൻഡ് സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്യാതെ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ, he got up to run. അവൻ എണീറ്റിട്ട് എന്ത് ചെയ്യാണ്? ഓടുകയാണ്. he got up to run once more. എണീറ്റിട്ട് ഒന്നും കൂടി എന്ത് ചെയ്യാണ്? അവന് ഓടുകയാണ്. being quick, വളരെ വേഗത്തിൽ അവൻ തുടങ്ങുകയാണ്. being quick, വളരെ വേഗത്തിൽ അവൻ ഓടുകയാണ്. തരുൺ തരുൺ എന്ത് ചെയ്തു? ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഓവർടേക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ? മറികടക്കുക. അവൻ മറികടന്നു. a few kids ahead of him. അവന്റെ മുന്നിലുണ്ടായിരുന്ന ചില കുട്ടികളൊക്കെ അവൻ എന്ത് ചെയ്തു? മറികടന്നു. but as fate had it, പക്ഷേ വിധി അവനെതിരായിരുന്നു. വിധി അവന് വീണ്ടും എതിരായിരുന്നു. he slipped once again. അവൻ ഒരിക്കൽ കൂടി എന്ത് ചെയ്തു? ആ ട്രാക്കിൽ സ്ലിപ്പ് ചെയ്തു. അവൻ ഒരു പ്രാവശ്യം സ്ലിപ്പ് ചെയ്തു, അത് അവന് കാണാതെ പോയി സ്ലിപ്പ് ചെയ്തതാണ്. പക്ഷെ അവന് ലോസറാവാൻ പറ്റില്ല എന്നല്ലേ. സോ അവൻ വീണ്ടും അവിടുന്ന് വളരെ ആത്മവിശ്വാസത്തോടുകൂടി, ഡിറ്റർമിനേഷനോടുകൂടി അവൻ അവിടെ നിന്ന് എണീറ്റിട്ട് വീണ്ടും ഓടുകയാണ്. കുറച്ച് കുട്ടികളൊക്കെ അവൻ ഓവർടേക്ക് ചെയ്തു, കുറച്ച് കുട്ടികളൊക്കെ അവൻ മറികടന്നു. പക്ഷെ വീണ്ടും വിധി അവന് ഫേറ്റ് മീൻസ് വിധി അവനെതിരായിരുന്നു. അവൻ വീണ്ടും അവിടെ എന്ത് ചെയ്തു? വീഴുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യവും നമ്മളെ തരുൺ അവിടെ എന്ത് ചെയ്തു? സ്ലിപ്പായി.
അൺഫോർച്ചുനേറ്റ്ലി വിജയം ഉറപ്പിച്ചിരുന്ന തരുൺ എന്ന് പറയുന്ന ഈ ബോയ് അവിടെ വീണ്ടും നിർഭാഗ്യവശാൽ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യാണ്, വീണു പോവാണ്. സോ ഇനി എന്താണ് സംഭവിക്കാൻ പോവുക? 2 പ്രാവശ്യമായില്ലേ. ആദ്യം വീണപ്പോ അതിവേഗത്തിൽ ഓടിയിരുന്ന തരുണ്, ഏറ്റവും മുന്നിലായിരുന്ന തരുണ് ആദ്യത്തെ വീഴ്ചയിൽ തന്നെ ഒരുപാട് ആൾക്കാർ അവനെ ഓവർടേക്ക് ചെയ്തു പോയി. രണ്ടാമത്തെ വീഴ്ചയിലും സംഭവിക്കുകയാണ്. എന്താണ് ഇനി തരുണിന്റെ സ്റ്റാൻഡ് ഉണ്ടാവുക? അവൻ വിജയിക്കുമോ എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. സോ വി ആർ ഗോയിങ് ടു സ്റ്റോപ്പ് ദിസ് സെക്ഷൻ ഹിയർ. We will meet with the another session. So it's me Jurais signing off.